ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹളയുടെ മറ്റ് പേരുകളാണ് മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം, തോൾശീല സമരം എന്നുള്ളത്. ഈ സമരം നടക്കുന്നത് എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ തെക്കൻ തിരുവിതാംകൂറിലാണ് ചാന്നാർ ലഹള നടക്കുന്നത്. നാടാർ സമുദായത്തിൻ്റെ ഇടയിലാണ് ഈ ഒരു ലഹള നടക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഒരു കാരണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ദിവാനായിട്ട് നിയമിച്ചിട്ടുള്ള ആളാണ് ആരെന്ന് പറയുന്നത് കേണൽ മൺറോ. അപ്പം ഈ കേണൽ മൺറോ ബ്രിട്ടീഷുകാരുടെ പ്രതിനിധിയാണല്ലേ. അപ്പം അവരുടെ ആകെയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നാമത് അവരുടെ കയ്യിൽ ഭരണം വേണം, രണ്ടാമതായിട്ട് ഈ നാട്ടിലുള്ള ആളുകളൊക്കെ എന്താണ് അവരുടെ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യിപ്പിക്കണം. ഇതാണ് ഇവരുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പം ഇവരെന്ത് ചെയ്യാണ്, ഈ അവിടെയുള്ള ആളുകളെ കൺവേർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നൊരു സ്കീമാണ്. അതായത് അവർ പറയാണ് ചാന്നാർ, അവരെന്ന് പറഞ്ഞാൽ കേണൽ മൺറോ പെർട്ടിക്കുലർലി പറയാണ് ചാന്നാർ സമുദായത്തിലുള്ള സ്ത്രീകൾ എന്താണ് ക്രിസ്ത്യൻ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം കൊടുക്കാമെന്ന് പറയാണ്. അങ്ങനെ പറയുന്നത് 1813 അപ്പം അതുവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ചാന്നാർ സമുദായത്തിലുള്ള സ്ത്രീകൾക്ക് എന്താണ് മാറുമറയ്ക്കാൻ അവകാശമില്ല. അപ്പം ഇങ്ങനെ ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് മാറുന്നതോടെ അവർക്ക് ഈ ഒരു അവകാശം കിട്ടുമെന്ന് കേണൽ മൺറോ പറയുകയാണ്. അങ്ങനെ പറയാനുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ ആളുകളെ മതം മാറ്റിക്കുക, അവരുടെ മതത്തിലേക്ക് കൊണ്ടുവരിക. അതാണ് മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം അതിനെതിരെയാണ് ഈ ഒരു സമരം നടക്കുന്നത്. അപ്പോൾ ഈ ചാന്നാർ സ്ത്രീകൾ എന്തു പറയുകയാണ്, അവർക്കും എന്ത് വേണം, മാറുമറയ്ക്കണം. അതായത് മതമൊന്നും മാറാൻ പറ്റില്ല, അല്ലാതെ ഞങ്ങൾക്കും മാറുമറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു സമരമാണ് ചാന്നാർ ലഹള എന്ന് പറയുന്നത്. അപ്പം പ്രക്ഷോഭം വന്നതോടുകൂടി എന്താണ് നമ്മുടെ മദ്രാസ് ഗവർണറായിട്ടുള്ള ചാൾസ് ട്രവല്യൻ പറയുകയാണ് എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും എന്താണ് മേൽമുണ്ട് ധരിക്കാൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിക്ലറേഷൻ കൊടുക്കുകയാണ്. അത് 1859 ജൂലൈ 26 ഇങ്ങനെ അനുവാദം നൽകുന്നത്. എന്തിനുള്ള അനുവാദം, അതായത് എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും എന്താണ് മേൽമുണ്ട് ധരിക്കാൻ പറ്റും, അല്ലാതെ എന്താണ് ഈ ഒരു മതം മാറിയ സ്ത്രീകൾക്ക് മാത്രമല്ല അല്ലാത്തവർക്കും മറയ്ക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനുവാദം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉത്തരവിൽ ഒപ്പുവെച്ചിട്ടുള്ള ഭരണാധികാരിയെ നോക്കുകയാണെങ്കിൽ അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇനി നമ്മൾ ഒന്നാം ചാന്നാർ ലഹള എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അതായത് ഈ ചാന്നാർ ലഹള ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് 1822 വൈകുണ്ഠസ്വാമിയുടെ നേതൃത്വത്തിലാണ്. പക്ഷേ അന്ന് വൈകുണ്ഠസ്വാമി ചെറുതായിരുന്നു. കൂടാതെ എന്താണ് ഈ ഒരു ലഹള അത്ര വലിയ പ്രക്ഷോഭമൊന്നുമായിട്ട് നിന്നിട്ടില്ല. അവിടെ ഒരു ഏരിയയിൽ മാത്രം ഒതുങ്ങിക്കൂടിയിട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ആ സമയത്ത് അതൊരു പരാജയമായിരുന്നു. പരാജയം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു അനുവാദമൊന്നും കിട്ടിയിട്ടില്ല ആ ഒരു ഒന്നാം ചാന്നാർ ലഹള നടക്കുന്നത് വഴി. പിന്നീട് 1859 പ്രക്ഷോഭം കനക്കുന്നതും അതിനെയാണ് നമ്മൾ ശരിക്കും ചാന്നാർ ലഹള എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. നമ്മൾ ഈ ഒരു ലഹളയുടെ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ചാന്നാർ ലഹള. തമിഴ്നാട് സർക്കാർ 200ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സാമൂഹിക പ്രക്ഷോഭം കൂടിയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ചാന്നാർ ലഹള. 2023 ഈ തമിഴ്നാട് സർക്കാർ ഈ ഒരു 200ാം വാർഷികം ആഘോഷിക്കുന്നത്. ഈ ഒരു വിളംബരത്തിൽ ആദ്യം തന്നെ ഈ ഒരു ഉത്തരവ് കൊടുത്തല്ലോ ഇങ്ങനെ മാറുമറയ്ക്കാൻ പറ്റുമെന്ന്. ആ ഒരു വിളംബരത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറുമറയ്ക്കുന്ന കാര്യത്തിൽ ചാന്നാർ സ്ത്രീകൾക്ക് എന്താണ് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടെങ്കിലും അവർ വേഷവിധാനത്തിൽ ഉയർന്ന ജാതിക്കാരായ ഹിന്ദു സ്ത്രീകളെ എന്ത് ചെയ്യാൻ പാടില്ല, അനുകരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഈ വിലക്ക് എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ കേണൽ മൺറോയെ പരിചയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേണൽ മൺറോയെ പരിചയപ്പെടുത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ആയിരുന്നല്ലേ റെസിഡൻറ്റ് ദിവാനായിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കുറച്ച് പോയിന്റുകൾ പഠിക്കുന്നുണ്ട്. ഉമ്മിണിത്തമ്പിക്ക് ശേഷം തിരുവിതാംകൂറിലെ ദിവാനായിട്ടുള്ള ആരെന്ന് പറയുന്നത് കേണൽ മൺറോ. ഇദ്ദേഹം തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ദിവാനായിട്ട് ഒരുമിച്ചാണ് നിയമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും ആദ്യത്തെ യൂറോപ്യൻ ദിവാൻ, റെസിഡൻറ്റ് ദിവാൻ, ഹൈന്ദവേതര ദിവാൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കേണൽ മൺറോ ആണ്. ഹൈന്ദവേതര ദിവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹിന്ദു ദിവാൻ. ഇനി നമ്മൾ കേണൽ മൺറോ ദിവാനായത് എപ്പോഴാണെന്ന് നോക്കുകയാണെങ്കിൽ 1810 ഇദ്ദേഹം ദിവാനാവുന്നത്. അതിൻ്റെ അടുത്ത വർഷം തന്നെ 1811 ഇദ്ദേഹം ചട്ടവരി ഓലകൾ എന്ന് പറഞ്ഞിട്ടുള്ള നിയമസംഹിത തയ്യാറാക്കുകയാണ് തിരുവിതാംകൂറിൽ. ഇദ്ദേഹം ഈ ഒരു ദിവാനായിരുന്നപ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായത് റാണി സേതു ലക്ഷ്മിബായി ആണ്. ഇനി ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ചട്ടവരി ഓലകൾ ഇദ്ദേഹമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ശരിക്കും എന്താണ്, നിയമസംഹിതയാണ്. അടുത്തത് തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കുന്നത് ഇദ്ദേഹമാണ്. പിന്നെ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് മാതൃകയിൽ ഭരണ സമ്പ്രദായം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേണൽ മൺറോ ആണ്. അതുപോലെ തന്നെ കാര്യക്കാർ എന്ന പദവി തഹസിൽദാറാക്കി മാറ്റുന്നതും കേണൽ മൺറോ ആണ്. ഇത്രയാണ് നമ്മൾ ചാന്നാർ ലഹളയിൽ പഠിക്കുന്നത്.